ഞാൻ യോഗ്യനല്ല യേശുവേ നിൻ സ്നേഹം പ്രാപിപ്പാൻ. ഞാൻ യോഗ്യനല്ല യേശുവേ നിൻ നന്മ പ്രാപിപ്പാൻ. എങ്കിലും നീ സ്നേഹിച്ചു, എങ്കിലും നീ മാനിച്ചു, എങ്കിലും നീ സ്നേഹിച്ചു, എങ്കിലും നീ മാനിച്ചു. ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ. ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ സമയത്ത് താൻ ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു കാര്യം, സമൂഹം അവഗണിച്ചു കളഞ്ഞ ആളുകളെ, സമൂഹം വെറുത്തിരുന്ന ആളുകളെ താൻ സ്നേഹിച്ചു, താൻ കരുതി എന്നുള്ളതാണ്. ആരും ഇടപെടാൻ മനസ്സ് വയ്ക്കാതിരുന്ന വെറുക്കപ്പെട്ടവരായ മനുഷ്യരെ തേടി കർത്താവ് അവരുടെ അരികിലേക്ക് ചെന്നു. അതിൻ്റെ അനേക ഉദാഹരണങ്ങൾ സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു വ്യക്തിയായിരുന്നു മത്തായി, ലേവി എന്നു പേരുള്ളതായ മത്തായി. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ 12 ശിഷ്യന്മാരിൽ ഒരുവനായിരുന്നു ഈ മത്തായി. അൽഫായുടെ മകനായ മത്തായി എന്ന് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം ചുങ്കം പിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. റോമാ സാമ്രാജ്യത്തിലെ ചുങ്കം പിരിവെന്ന് പറയുന്നത് എല്ലാ മനുഷ്യരും ഒരുപോലെ വെറുത്തിരുന്ന ഒരു കാര്യമാണ്. കാരണം ഇതൊരു വലിയ പിടിച്ചുപറിയായി രൂപാന്തരപ്പെട്ട ഒരു കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ചുങ്കക്കാരെ പാപികളുടെ കൂട്ടത്തിലാണ് കരുതിയിരുന്നത്. അങ്ങനെ സമൂഹം വെറുത്തിരുന്ന ചുങ്കക്കാരിൽ ഉൾപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു മത്തായി അഥവാ ലേവി. അദ്ദേഹം ചുങ്കസ്ഥലത്ത് ഇരിക്കുന്ന സമയത്ത് യേശു കർത്താവ് ആ വഴിയായി വന്നു. ചുങ്കസ്ഥലത്തിരിക്കുന്നത് കണ്ട മത്തായിയോട് കർത്താവ് പറയുകയാണ്, എന്നെ അനുഗമിക്കുക. നമുക്കറിയാം, ഇന്നാണെങ്കിൽ ഒരു വ്യക്തിയെ നാം നമ്മുടെ കൂടെ കൂട്ടുമ്പോൾ ഏതെല്ലാം തരത്തിലുള്ള അന്വേഷണങ്ങൾ നടത്തിയതിന് ശേഷമാണ് നാം അദ്ദേഹത്തെ നമ്മുടെ കൂടെ കൂട്ടാറുള്ളത്. പ്രത്യേകിച്ച് ഒരു സ്ഥാപനത്തിലെ ജോലിക്കായി ഒരാളിനെ തിരഞ്ഞെടുക്കണമെങ്കിൽ ഏതെല്ലാം പരിശോധനകൾ നടത്തിയിട്ടാണ് അദ്ദേഹത്തെ തിരഞ്ഞെടുക്കാറുള്ളത്. അദ്ദേഹത്തിൻ്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് നോക്കാം, പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻസ് നോക്കാം, സർട്ടിഫിക്കറ്റ്സ് എല്ലാം പരിശോധിക്കാം, അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ, കോണ്ടക്റ്റ് എല്ലാം നോക്കാം, എല്ലാ ട്രാൻസ്ക്രിപ്റ്റും നോക്കാം, അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് നോക്കാം. അതിനുശേഷം അദ്ദേഹം ഒരു പക്ഷെങ്കിൽ ഒരു പരീക്ഷ എഴുതേണ്ടതായി വരാം. ആ പരീക്ഷയിൽ അദ്ദേഹം കടന്നുകൂടിയാൽ വീണ്ടും ഒരു ഇൻ്റർവ്യൂ അദ്ദേഹം നേരിടേണ്ടതായി വരാം. അങ്ങനെ ഒരുപാട് പരിശോധനകൾക്ക് ശേഷമാണ് ഒരു വ്യക്തിയെ ഒരു സ്ഥാപനത്തിൽ ജോലിക്കായിട്ട് എടുക്കാറുള്ളത്. എന്നാൽ ചുങ്കസ്ഥലത്തിരിക്കുന്ന ഈ ലേവി എന്ന് പറയുന്ന ഈ മത്തായിയെ കണ്ട ഉടൻ കർത്താവ് പറയുകയാണ്, എന്നെ അനുഗമിക്കുക. അദ്ദേഹത്തിൻ്റെ യാതൊരുവിധ ഗുണഗണങ്ങളും അദ്ദേഹത്തോട് ചോദിക്കുന്നില്ല. പക്ഷേ കർത്താവിന് അദ്ദേഹത്തെ അറിയാം. അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരുവൻ കർത്താവ് മാത്രമാണ്. അതുകൊണ്ട് കർത്താവ് അവനെ വിളിക്കുകയാണ്, എന്നെ അനുഗമിക്കുക. ഇവിടെ ഒരു കാര്യം നാം ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ആരുടെയെങ്കിലും ഗുണഗണങ്ങൾ നോക്കിയിട്ടല്ല വലിയവനായ ദൈവം ക്രിസ്തുയേശുവിലൂടെ നമ്മെ വിളിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ ഗുണങ്ങൾ? നമ്മളൊക്കെ പാപികളായിരുന്നു. ആദാമ്യ വർഗത്തിൽ ജനിച്ച എല്ലാ മനുഷ്യരും പാപികളാണ്. ആ പാപത്തിൻ്റെ സ്വഭാവമാണ് നമ്മിലുള്ളത്. അങ്ങനെ പാപച്ചേറ്റിൽ കിടന്നിരുന്ന നമ്മെ വലിയവനായ ദൈവം വിളിച്ചിറക്കിയത് എത്രയോ അത്ഭുതകരമായൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ദൈവവചനത്തിൽ നാം വായിക്കുന്നത്, നിങ്ങളും അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. ദൈവം നമ്മെ വിളിച്ചത് ഒരു കാരണവശാലും നമ്മുടെ ഗുണങ്ങൾ കണ്ടുകൊണ്ടേ അല്ല. നാം പാപികളാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ദൈവം നമ്മെ വിളിച്ചത്.
അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് ആ പാപികളിൽ ഞാൻ ഒന്നാമൻ എന്നാണ്. കർത്താവ് എല്ലാവരെയും വിളിക്കുന്നു. എന്നാൽ ആ വിളി കേട്ട് അനുസരിക്കുന്നവരാണ് ഭാഗ്യവാന്മാർ. ഇന്ന് രാവിലെ അങ്ങനെയുള്ളവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. മത്തായിയെ കർത്താവ് വിളിച്ചു, എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞ് ഉടൻ തന്നെ താൻ എന്താണ് ചെയ്തത്? സകലവും വിട്ട് അവനെ അനുഗമിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. എല്ലാം വിട്ടുകളഞ്ഞിട്ട് താൻ കർത്താവിൻ്റെ പിന്നാലെ പോവുകയാണ്. ദൈവം അബ്രഹാമിനെ വിളിച്ചപ്പോഴും ഇതുപോലെ തന്നെയായിരുന്നു. എബ്രായ ലേഖനത്തിൽ അത് നാം വായിക്കുന്നത് ഇങ്ങനെയാണ്. എബ്രായ ലേഖനം 11-ാം അധ്യായം 8-ാമത്തെ വാക്യം ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരുന്ന ദേശത്തേക്ക് യാത്രയാവാൻ വിളിക്കപ്പെട്ടാറെ അനുസരിച്ചു എവിടേക്കു പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു. അങ്ങനെ ദൈവവിളി കേട്ടിറങ്ങുന്നവർക്കൊരു കാര്യം വളരെ വ്യക്തമായി അറിയാം: ഈ ലോകത്തിൻ്റെ പിന്നാലെ പോകുന്നത് ഏറ്റവും വലിയ നഷ്ടമാണ് എന്നുള്ളത്. ഈ ലോകത്തെ സ്നേഹിച്ച് ലോകത്തിൻ്റെ ധാടിയിലും മോടിയിലും മതിമയങ്ങിപ്പോകുന്ന ധാരാളം ആളുകളെ നാം ദിവസേന കണ്ടുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഈ ലോകത്തിൻ്റെ എല്ലാ ആഡംബരങ്ങളും എല്ലാ സുഖസൗകര്യങ്ങളും ഈ ജീവിതം കൊണ്ട് അവസാനിക്കുന്നു, മരണം കൊണ്ട് അവസാനിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ ദൈവ വിളി കേട്ട് കർത്താവിൻ്റെ പിന്നാലെ ചെല്ലുന്ന ഒരു വ്യക്തിയുടെ ജീവിതം എത്രയോ അനുഗ്രഹിക്കപ്പെട്ട ജീവിതമാണ്. ഈ ലോകത്തിനപ്പുറമായി നിത്യത മുഴുവനും കർത്താവിനോട് കൂടെ വാസം ചെയ്യുന്ന അനുഗ്രഹീതമായ ഒരു ജീവിതം അവർക്കുണ്ട് എന്നുള്ളത് ദൈവവചനം വളരെ കൃത്യമായും വ്യക്തമായും നമ്മെ അറിയിക്കുകയാണ്. അതുകൊണ്ട് ആ ദൈവവിളി കേട്ടിട്ടുള്ള എല്ലാ ദൈവമക്കൾക്കായും ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഒരു പക്ഷേ ഈ ലോകത്തിൽ വലിയ ആഡംബരത്തിലും വലിയ സുഖസൗകര്യങ്ങളിലും ഒക്കെ ജീവിക്കുന്ന ധാരാളം ആളുകൾ ഈ വാക്കുകളെ കേൾക്കുന്നുണ്ടാകാം. നിങ്ങളുടെ ആഡംബരങ്ങളും സുഖസൗകര്യങ്ങളും നിങ്ങളുടെ ദാടിയും മോടിയും എല്ലാം ഈ ലോകത്തിലെ ജീവിതം കൊണ്ട് അവസാനിക്കുന്നു, മരണം കൊണ്ട് ഇതെല്ലാം അവസാനിക്കുന്നു. എന്നാൽ അതിനപ്പുറമായിട്ടുള്ള ജീവിതമാണ് നിത്യത എന്ന് പറയുന്നത്. സർവ്വലോകത്തിൻ്റെയും പാപത്തിന് പരിഹാരം വരുത്തുവാൻ കാൽവറി ക്രൂശിൽ യാഗമായി അർപ്പിക്കപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ ലോകത്തിലെ ജീവിതത്തിനപ്പുറമായി നിത്യത മുഴുവനും കർത്താവിനോടുകൂടെ വാസം ചെയ്യുവാനുള്ള അനുഗ്രഹീതമായൊരു ജീവിതമുണ്ട് എന്ന് ദൈവവചനം പറയുന്നു. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷയെ തള്ളിക്കളയുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എബ്രായ ലേഖനകാരൻ ഇങ്ങനെയാണ് പറയുന്നത്: ഇത്ര വലിയ രക്ഷ ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും? അർത്ഥാൽ അന്ത്യന്യായവിധിക്ക് ശേഷം നിത്യമായ നരകാഗ്നിയിലേക്ക് അവർ തള്ളപ്പെടുന്നു. അതിൽ നിന്ന് തെറ്റിയൊഴിയുവാൻ അവർക്ക് സാധ്യമല്ല എന്ന് ദൈവവചനം വിശേഷിപ്പിക്കുന്നു. കർത്താവിൻ്റെ വിളി കേട്ട് കർത്താവിൻ്റെ പിന്നാലെ ചെന്ന ലേവി തൻ്റെ വീട്ടിലേക്ക് കർത്താവായ യേശുക്രിസ്തുവിനെ ക്ഷണിക്കുകയാണ്. ഇതുവരെ ആ വീട്ടിലേക്ക് അങ്ങനെ ആളുകൾ വന്നിട്ടില്ല. കാരണം ഇത് ചുങ്കക്കാരൻ്റെ വീടാണ്, പാപികളുടെ കൂട്ടത്തിൽ കരുതിയിരുന്ന ഒരു വ്യക്തിയുടെ വീടാണ്. അതുകൊണ്ട് ആളുകൾ വെറുക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ കർത്താവായ യേശുക്രിസ്തുവിനെ ആ വീട്ടിലേക്ക് ക്ഷണിക്കുമ്പോൾ കർത്താവ് സന്തോഷത്തോടെ ആ ക്ഷണം സ്വീകരിച്ച് ആ വീട്ടിലേക്ക് ചെല്ലുന്നു. എന്നെ കേൾക്കുന്ന മാന്യ സ്നേഹിതരെ, ഒരുപക്ഷെ താങ്കൾ മറ്റുള്ളവരാൽ വെറുക്കപ്പെട്ട ഒരു വ്യക്തിയായിരിക്കാം, ഏറ്റവും വലിയ പാപിയെന്ന് മുദ്ര കുത്തിയിട്ടുള്ള വ്യക്തിയായിരിക്കാം. പക്ഷേ താങ്കൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശബ്ദം കേട്ട് അവനെ സ്വീകരിക്കുമ്പോൾ അവിടുന്ന് താങ്കളുടെ വീട്ടിലേക്ക് എഴുന്നള്ളുന്നവനാണ്. ആ വീട്ടിൽ വലിയൊരു സന്തോഷമുണ്ടാവുകയാണ്. കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി വലിയൊരു വിരുന്നവിടെ ഒരുക്കി. അനേക ചുങ്കക്കാരും മറ്റുള്ളവരും ആ പന്തിയിൽ ഇരിക്കുന്നു എന്നാണ് തിരുവെഴുത്ത് പറയുന്നത്. സമാനമായ സംഭവമാണ് നാം സക്കായിയുടെ ചരിത്രത്തിലും കാണുന്നത്. ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായ സക്കായിയെ കർത്താവ് വിളിക്കുമ്പോൾ കർത്താവിനെ സന്തോഷത്തോടെ ഭവനത്തിലേക്ക് സ്വീകരിച്ച് ആനയിച്ച സക്കായിയെ നാം തിരുവെഴുത്തിൽ കാണുകയാണ്. ഇവിടെ മത്തായി കർത്താവിനെ അനുഗമിച്ചു. കർത്താവ് അവനെ തൻ്റെ ശിഷ്യനായി സ്വീകരിച്ചു. താൻ കർത്താവിനെപ്പറ്റി എഴുതിയ ചരിത്രമാണ് വാസ്തവത്തിൽ സുവിശേഷങ്ങളിൽ ആദ്യത്തെ സുവിശേഷമായി ഈ പുതിയ നിയമത്തിൽ ചേർത്തിട്ടുള്ളത്. കാലക്കണക്ക് വെച്ച് ആദ്യമായി എഴുതപ്പെട്ട സുവിശേഷം മർക്കോസിൻ്റെ സുവിശേഷമാണെങ്കിലും പുതിയ നിയമത്തിലെ പുസ്തകങ്ങളുടെ ക്രമത്തിൽ ആദ്യമായി വന്നിരിക്കുന്നത് മത്തായി എഴുതിയ സുവിശേഷമാണ്. ഈ മത്തായി എഴുതിയ സുവിശേഷത്തിൻ്റെ തീം എന്ന് പറയുന്നത് യേശു രാജാവ് എന്നുള്ളതാണ്. ഈ സുവിശേഷത്തിൻ്റെ ഒരു പ്രത്യേകത കൂടെ സൂചിപ്പിച്ച് ഈ ധ്യാന ചിന്തകൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. 1-ാം അധ്യായം ആരംഭിക്കുമ്പോൾ തന്നെ, അതായത് 22-ാമത്തെ വാക്യത്തിൽ മത്തായി പറയുകയാണ്, ദൈവം നമ്മോട് കൂടെ. അതേസമയം ഈ സുവിശേഷത്തിൻ്റെ അവസാന അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ അതിൻ്റെ അവസാന വാക്യത്തിൽ 28-ാം അധ്യായം
20-ാമത്തെ വാക്യം അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്നരുളി ചെയ്തു എന്നുള്ള വാചകത്തോടു കൂടെയാണ്. കർത്താവിനോട് കൂടെ നടന്ന മത്തായി പറയുകയാണ്, കർത്താവ് എല്ലാ നാളും നമ്മോട് കൂടെയുണ്ട്. ഒരു ചുങ്കക്കാരനായതുകൊണ്ട് എല്ലാവരാലും വെറുക്കപ്പെട്ടിരുന്ന മത്തായിയെ കർത്താവ് വിളിച്ചപ്പോൾ അവനിലുണ്ടായ അനുഗ്രഹങ്ങൾ എത്രയോ വിലയേറിയതാണ്. ആ ഭവനത്തിനുണ്ടായ മാറ്റം എത്ര വലുതാണ്. ഇന്ന് രാവിലെ പ്രിയമുള്ളവരെ, കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത് കൊണ്ട് നാം എത്രയോ ഭാഗ്യമുള്ളവരാണ്. ആ വിളി കേൾക്കുവാൻ ഇടയായത് തന്നെ എത്രയോ വലിയൊരു ഭാഗ്യമാണ്. മത്തായി സുവിശേഷത്തിൻ്റെ ആദ്യവും അവസാനവും വളരെ വിശേഷ വിധിയായി രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ കർത്താവ് എല്ലാ നാളും നമ്മോട് കൂടെയുണ്ട് എന്നുള്ളതും എത്രയോ ആശ്വാസകരമായ ഒരു യാഥാർത്ഥ്യമാണ്. ഈ വലിയവനായ ദൈവത്തിന് നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് നന്ദി അർപ്പിക്കുവാൻ ഇന്ന് രാവിലെ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിലൂടെ അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാം നല്ല ദൈവമേ, അനുഗ്രഹകരമായ ഈ പ്രഭാതത്തിൽ ഉണർന്നെഴുന്നേൽപ്പാൻ ഞങ്ങളെ സഹായിച്ചതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഓരോ ദിവസവും ഞങ്ങൾക്ക് ആയുസ്സും ആരോഗ്യം നൽകിത്തരുന്നത് അവിടുന്ന് ആകയാൽ ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾ ചിന്തിച്ചതുപോലെ എല്ലാവരാലും വെറുക്കപ്പെട്ടിരുന്ന ചുങ്കക്കാരനായ മത്തായിയെ അവിടുന്ന് വിളിച്ചതുപോലെ ഞങ്ങളെ അവിടുന്ന് വിളിച്ച് അവിടുത്തെ വകയാക്കി തീർത്തതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ പാപികളായിരുന്നു, ദോഷികളായിരുന്നു, അവിടുത്തെ സന്നിധിയിൽ അടുത്തു വരുവാൻ അർഹതയില്ലാത്തവരായിരുന്നു. എന്നാൽ ഈ ലോകസ്ഥാപനത്തിന് മുന്നമേ ക്രിസ്തുയേശുവിലൂടെ ഞങ്ങളെ തെരഞ്ഞെടുത്തതിനായി ഞങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ രാജാധിരാജാവും കർത്താവുമാണ് എന്നുള്ള തിരിച്ചറിവ് ഞങ്ങൾക്ക് നൽകിയതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, അവിടുന്ന് ഞങ്ങളോട് കൂടെ എല്ലാ സമയത്തും ഉണ്ട് എന്നുള്ള ഉറപ്പ് അവിടുത്തെ വചനം ഞങ്ങൾക്ക് നൽകുന്നതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ ശബ്ദം കേട്ടിട്ടും ഇതുവരെയും ഈ വിളി അനുസരിക്കാത്തവരായിട്ടുള്ള ആരെങ്കിലും ഈ വചനങ്ങളെ കേൾക്കുന്നുവെങ്കിൽ കർത്താവ്, ഇന്ന് രാവിലെ അവരുടെ ഹൃദയത്തെ തുറന്ന് അവിടുത്തെ വിളി മനസ്സിലാക്കി അവിടുത്തെ അരികിലേക്ക് വരുവാൻ അവരെ അവിടുന്ന് ഇടയാക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഈ ശുശ്രൂഷയെ സംബന്ധിച്ച് എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിച്ചാട്ടെ. അവിടുത്തെ അനുഗ്രഹത്തിൻ്റെ കരം ഓരോരുത്തരുടെയും മേൽ വെച്ച് അവരെ സൗഖ്യമാക്കുകയും ശക്തീകരിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് അങ്ങനെ ചെയ്തതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവിന്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ. ഞാൻ ദോഷമായി നിരൂപിച്ചു, ദോഷങ്ങൾ പ്രവർത്തിച്ചു. ഞാൻ ദോഷമായി നിരൂപിച്ചു, ദോഷങ്ങൾ പ്രവർത്തിച്ചു. എങ്കിലും കനിഞ്ഞു നീ, എങ്കിലും ക്ഷമിച്ചു നീ, എങ്കിലും കനിഞ്ഞു നീ, എങ്കിലും ക്ഷമിച്ചു നീ. ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ. ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും